തൃക്കാക്കരയപ്പൻ കേരളത്തിൽ മാത്രമുള്ള വിഷ്ണു സങ്കല്പമാണ്. ഓണവുമായി ബന്ധപ്പെട്ട ക്ഷേത്രമാണ് തൃക്കാക്കര ശ്രീ വാമനമൂർത്തി ക്ഷേത്രം. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായ വാമനമൂർത്തിയാണ് മലയാളികളുടെ പ്രിയദേവനായ തൃക്കാക്കരയപ്പൻ. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രതിഷ്ഠയായ സ്വയംഭൂശിവനെ മഹാബലി പൂജിച്ചിരുന്നതായി വിശ്വസിക്കുന്നു. പണ്ട് കേരളം ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാൾ പ്രജാക്ഷേമ തൽപരനായിരുന്ന മഹാബലിയെ ആയിരുന്നു മാതൃകാപുരുഷനായി കണ്ടിരുന്നത്. തൃക്കാക്കരയിൽ വാമനമൂർത്തി പ്രതിഷ്ഠയാകയാൽ ഓണത്തിന് പണ്ട് തൊട്ടേ അവിടെ പ്രത്യേക ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. കർക്കിടക മാസത്തിലെ തിരുവോണ നാളിൽ ആരംഭിച്ച് മഹാബലിക്ക് മോക്ഷം സിദ്ധിച്ച ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ അവസാനിക്കുന്ന ചടങ്ങുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ചേര സാമ്രാജ്യത്തിലെ 56 നാട്ടുരാജാക്കന്മാരും സാമന്തന്മാരും പ്രഭുക്കളുമെല്ലാം പെരുമാളുടെ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു അത്രേ. ചിങ്ങമാസത്തിലെ അത്തം നാളിൽ കൊച്ചി പെരുമ്പടപ്പ് സ്വരൂപവും സാമൂതിരിയുടെ നെടിയിരുപ്പ് സ്വരൂപവും കൂടിയായിരുന്നു ചടങ്ങുകൾ നടത്തിയിരുന്നത്. തൃക്കാക്കരയപ്പന് നേർ മുൻപിലുള്ള മുഖമണ്ഡപത്തിലാണ് ഓണാഘോഷത്തിലെ പ്രധാന ഇനമായ പൂക്കളം ഒരുക്കിയിരുന്നത്. ഒരിക്കൽ ഇതിന് ഭംഗം വന്നപ്പോൾ തൃക്കാക്കര എത്താത്തവർ വീട്ടിൽ തന്നെ ഓണം ആഘോഷിക്കണമെന്ന് പെരുമാളുടെ കൽപ്പന ഉണ്ടായത്രേ. ഇതേ തുടർന്നാണ് വീടുകളിൽ തിരുവോണ ദിവസം തൃക്കാക്കരയപ്പൻ്റെ മൺവിഗ്രഹം പൂജിക്കാൻ തുടങ്ങിയതെന്നാണ് ഐതിഹ്യം. മാവേലിയെ വരവേൽക്കാൻ അത്തം മുതൽ പൂക്കളമിടുന്നവർ ഉത്രാടം വരെ പൂക്കളമൊരുക്കി തിരുവോണത്തിന് പൂക്കളത്തിൽ തൃക്കാക്കരയപ്പനെ വച്ച് പൂജിക്കുന്നതാണ് ചടങ്ങ്. നാക്കിലയിട്ട് അതിന് മുകളിൽ പീഠം വച്ച് അരിമാവ് കൊണ്ട് കോലം വരച്ച് പൂക്കളത്തിൽ തൃക്കാക്കരയപ്പനെ വയ്ക്കുന്നു. മാതേവരെ വയ്ക്കുക എന്നും ഇതിന് പറയാറുണ്ട്. മാവേലി, തൃക്കാക്കരയപ്പൻ, ശിവൻ എന്നീ സങ്കല്പങ്ങളിൽ 3 മാതേവരെയാണ് മിക്കവാറും എല്ലായിടങ്ങളിലും വയ്ക്കാറുള്ളത്. എന്നാൽ മാതേവരെ വയ്ക്കുന്നതിൽ പലയിടത്തും പല കണക്കാണ് കണ്ടുവരുന്നത്. ഉത്രാടം മുതൽ തൃക്കാക്കരയപ്പനെയും തിരുവോണത്തിന് മഹാബലിയെയും വയ്ക്കുന്നവരുമുണ്ട്. ബലിക്കൊപ്പം മുത്തശ്ശിയമ്മ, കുട്ടിപ്പട്ടർ, അമ്മി, ആട്ടുകല്ല്, അരകല്ല്, ഉരൽ തുടങ്ങിയ മൺശില്പങ്ങളും വയ്ക്കുന്ന പതിവുണ്ട്. വള്ളുവനാട്ടിൽ അത്തം മുതൽ മാതേവരെ വയ്ക്കുന്നവരുമുണ്ട്. ചിലയിടങ്ങളിൽ 7 മാതേവരെ വയ്ക്കുന്ന പതിവുമുണ്ട്. മലബാറിലാകട്ടെ വീട്ടുപടിക്കലും മാതേവരെ വയ്ക്കുന്ന രീതിയുണ്ട്. പൂജിക്കുന്ന സമയം തൃക്കാക്കരയപ്പോ പടിക്കലും വായോ, ഞാനിട്ട പൂക്കളം കാണാനും വായോ എന്ന് വിളിച്ചു പറഞ്ഞ് ഇതോടൊപ്പം ആർപ്പ് വിളിക്കുന്ന പതിവുമുണ്ട്. തുമ്പപ്പൂക്കുടം കൊണ്ട് പൂമൂടൽ നടത്തി തൃക്കാക്കരയപ്പന് അടനിവേദ്യം തിരുവോണത്തിന് നീതിക്കുന്നു. മധ്യകേരളത്തിൽ അമ്പും വില്ലും കൊണ്ട് ഈ അടയിൽ അമ്പെയ്യുന്ന പ്രത്യേക ചടങ്ങും കാണാറുണ്ട്. 5-ാം ഓണം വരെ പൂക്കളത്തിൽ തൃക്കാക്കരയപ്പനെ വയ്ക്കുന്നതാണ് പൊതുവെയുള്ള ആചാരം. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമായ ഓണം വീണ്ടും വന്നെത്തുകയാണ്. മഹത്തായ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായ ഓണം മലയാളികളിൽ ഗൃഹാതുരത്വത്തിൻ്റെ നനുനനുത്ത ഓർമ്മകൾ സമ്മാനിക്കുന്നു. ലോകത്തെവിടെയാണെങ്കിലും സ്വന്തം നാട്ടിലെത്തിച്ചേരാൻ ഏതൊരു മലയാളിയും ആഗ്രഹിക്കുന്നുണ്ടാവും. കള്ളവും ചതിയുമില്ലാത്ത ഒരു നാട് നമ്മുടെ പൂർവികരുടെ സങ്കല്പത്തിലും ഉണ്ടായിരുന്നു എന്ന് മാവേലിമന്നൻ്റെ ഐതിഹ്യ കഥയിലൂടെ നാം വീണ്ടും വീണ്ടും ഓർത്തെടുക്കുകയാണ്. എല്ലാ മലയാളികൾക്കും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഓണാശംസകൾ.